ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ ദശകം 45 കുഞ്ഞിൻ്റെ, അതായത് കൃഷ്ണൻ്റെ കുട്ടിക്കാലം ബാലലീലയാണ് വായിച്ചത്. 7-ാം ശ്ലോകത്തിൽ ഭഗവാൻ രാമനും കൃഷ്ണനും കൂടെ വീടുകളിലൊക്കെ, ഗോപസ്ത്രീകളുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ എല്ലാ ജോലിയും എല്ലാം മതിമറന്ന് ഈ കുഞ്ഞുങ്ങളുടെ കുസൃതികളെല്ലാം കണ്ടിങ്ങനെ സമയം പോകണമെന്ന് അറിയാതെ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഭൃത്യരെയും മറന്ന് മക്കളെയും മറന്ന് കുഞ്ഞുങ്ങളെ കണ്ട് അവരുടെ കളികളെല്ലാം കണ്ടിങ്ങനെ ഇരിക്കും. അവരുടെ ജോലി പോലും എല്ലാം മറന്നു പോകും. അത്രമാത്രം സ്നേഹമായിരുന്നു ഈ കുട്ടികളെ കാണുമ്പോൾ അവരുടെ ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും എല്ലാം. നമുക്ക് 8-ാമത്തെ ശ്ലോകം വായിക്കാം. പ്രതിനവ നവനീതം ഗോപികാദത്തമിച്ഛൻ കളപദ ഉപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകേർ അർപ്പിതം സർപ്പിർ അശ്നൻ ക്വചനനവ വിപക്വം ദുഗ്ധം അപ്യാഭിതസ്ത്വം. പ്രതിനവ നവനീതം ഗോപികാദത്തമിച്ഛൻ കളപദ ഉപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകേർ അർപ്പിതം സർപ്പിനശ്നൻ ക്വചന നവ വിപക്വം ദുഗ്ധം അപ്യാപിബസ്ത്വം. ഒന്നും കൂടെ. പ്രതിനവ നവനീതം ഗോപികാദത്തമിച്ഛൻ കളപദ ഉപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകേർ അർപ്പിതം സർപ്പിർ അശ്നൻ ക്വചന നവ വിപക്വം ദുഗ്ധം അപ്യാപിവസ്ത്വം. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുന്ന് ഗോപസ്ത്രീകളുടെ പുതുവെണ്ണ കൊതിച്ച് മൂളിപ്പാട്ടും പാടി ആടിക്കുഴഞ്ഞ് ചെല്ലുകയും അവർ പുതുവെണ്ണ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇവരെ കാണുമ്പോഴേ അവർക്ക് സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ അവർ മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ, എന്തിനാ ഈ വെണ്ണ കിട്ടാൻ വേണ്ടി കൊതിച്ചല്ലേ ചെല്ലുന്നത്, കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ പുതുവെണ്ണ അവർ കൊടുക്കുകയും പിന്നെയോ ചിലപ്പോൾ വെണ്ണ തൊണ്ടയിൽ തങ്ങിയിരിക്കുന്നതായി അഭിനയിക്കും. ഈ കുട്ടികൾ തൊണ്ടയിൽ തങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പം അവർ ചൂടുള്ള പാല് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അഭിനയമാണെന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട്, ഗുരുവായൂരപ്പ അവിടുന്ന് അന്ന് ഗോപസ്ത്രീയുടെ പുതുവെണ്ണ കൊതിച്ച് മൂളിപ്പാട്ടം പാടി ആടിക്കുഴഞ്ഞ് ചെല്ലുകയും അവർ പുതുവെണ്ണ കൊടുക്കുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ വെണ്ണ തൊണ്ടയിൽ തങ്ങിയിരിക്കുന്നതായി അഭിനയിക്കും. അപ്പോൾ ചൂട് പാൽ കൊടുക്കും. അത് കഴിച്ച് സന്തുഷ്ടനാകും. ഉണ്ണിയുടെ സന്തോഷം ഗോകുലത്തിന് സന്തോഷം തന്നെയായിരുന്നു. അവിടെ ഇവർ രണ്ടുപേരും, കണ്ണനും രാമനും അവിടെ ചെല്ലുന്നത് എല്ലാ വീടുകളിലും അവിടെ ഗോപികമാർക്കും ഗോപന്മാർക്കുമൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഗോകുലത്തിൽ എല്ലാവർക്കും സന്തോഷവും ആനന്ദവുമായിരുന്നു. 9-ാം ശ്ലോകം. ശ്ലോകം 9. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനർ അബലാനാം അഗ്രഗോ നൈവ കുർവേ ഇതി വിഹിതമതികിം ദേവാ സന്ത്യജ്യയാജ്ഞാം ദധികൃതം അഹരസ്ത്വം ചാരുണാ ചോരണേന. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനർ അബലാനാം അഗ്രഗോ നൈവ കുർവേ ഇതി വിഹിതമതികിം ദേവാ സന്ത്യജ്യയാജ്ഞാം ദധിഹൃതം അഹരസ്ത്വം ചാരുണാ ചോരണേന. ഒന്നും കൂടി. മമ ഖലു ബലിഗേഹേ യാചനം ജാതം ആസ്താം ഇഹ പുനർ അബലാനാം അഗ്രഗോ നൈവ കുർവേ ഇതി വിഹിതമതികിം ദേവാ സന്ത്യജ്യയാജ്ഞാം ദധിഹൃതം അഹരസ്ത്വം ചാരുണാ ചോരണേന. ഇവിടെ ഭഗവാൻ എന്താ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്? എനിക്ക്, അതായത് ഭഗവാന് അസുര ചക്രവർത്തിയായ ബലിയുടെ അടുക്കൽ ചെന്ന് യാചിക്കേണ്ടി വന്നു. ഇതെല്ലാം ഭട്ടതിരിപ്പാടിൻ്റെ സങ്കല്പങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു സങ്കല്പം പോലെയാണ്. അസുര ചക്രവർത്തിയായ ബലിയുടെ അടുക്കൽ ചെന്ന് 3 അടി മണ്ണ് യാചിച്ച്, അതാണ് പറയുന്നത്, യാചിക്കേണ്ടി വന്നു. ആദ്യമായിട്ടാണ് പരമാത്മാവായ നാരായണൻ ഇങ്ങനെ യാചിക്കേണ്ടി 3 അടി മണ്ണ് യാചിക്കേണ്ടി വന്നത്. അതുപോലെ ഇവിടെ അതിരിക്കട്ടെ, ഈ അബലകളായ ഗോപസ്ത്രീകളുടെ മുന്നിൽ ചെന്ന് ഞാൻ അത് ഒരിക്കലും ചെയ്യുകയില്ല എന്ന് കരുതിയാണോ ഗുരുവായൂരപ്പ അവിടുന്ന് യാചനം വേണ്ടെന്ന് വച്ച്
കൗതുകം തോന്നിപ്പിക്കുന്ന രീതിയിൽ മോഷണം വഴി പാലും തൈരും വെണ്ണയും മറ്റും എടുക്കാൻ തുടങ്ങിയത്. കാരണം ചോദിക്കുന്നൊരു പരിപാടിയില്ല. ഭഗവാൻ ഈ കുട്ടി, അതായത് കുഞ്ഞ് ബാലലീലല്ലയോ, കുസൃതികളല്ലേ. ഭഗവാൻ അന്ന് ഈ 3 പെണ്ണ് യാചിച്ച ഭഗവാൻ അബലകളായ സ്ത്രീകളോട് യാചിക്കത്തില്ല എന്ന് കരുതിയാണോ? അതാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണോ ചെന്ന് കൗതുകം ജനിപ്പിക്കുന്ന രീതിയിൽ മോഷണം വഴി, അതായത് തന്നെത്താനെ ആരും കാണാതങ്ങ് എടുക്കുമല്ലയോ, അതുകൊണ്ട് മോഷണം വഴി പാലും തൈരും വെണ്ണയും മറ്റും എടുക്കാൻ തുടങ്ങിയത് എന്നിവിടെ ചോദിക്കുന്നു. ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുകയാണ്. അസുര ചക്രവർത്തിയായ ബലിയുടെ അടുക്കൽ ചെന്ന് യാചിക്കേണ്ടി വന്നു. അപ്പം അത് അന്നങ്ങനെ സംഭവിച്ചു. എന്നാൽ ഇവിടെ അബലകളായ ഗോപസ്ത്രീകളുടെ മുന്നിൽ ചെന്ന് ഞാൻ അത് ഒരിക്കലും ചെയ്യുകയില്ല എന്ന് കരുതിയാണോ ഗുരുവായൂരപ്പ അവിടുന്ന് യാചനം വേണ്ട, അത് യാചിക്കണ്ട എന്ന് വെച്ച് കൗതുകം തോന്നിപ്പിക്കുന്ന രീതിയിൽ മോഷണം വഴി പാലും തൈരും വെണ്ണയൊക്കെ എടുക്കാൻ തുടങ്ങിയതെന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുന്നത്. കാരണം ഭഗവാൻ ആരോടും കുഞ്ഞുനാളിൽ ചോദിക്കാതെ തന്നെ അങ്ങ് എടുക്കുവാണല്ലോ. യശോദാമ്മയുടെ അടുക്കായാലും മറ്റുള്ള വീടുകളിൽ നിന്നായാലും എല്ലാം ഭഗവാനും എല്ലാം ഒരുപോലെ അത്ര സ്നേഹമാണ്. അവിടുത്തെ ഗോപസ്ത്രീകളും യശോദാമ്മയെ പോലെ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരോടും ചോദിക്കാതെ എടുത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഭട്ടതിരിപ്പാട് ചോദിക്കുന്ന അബലകളായ സ്ത്രീകളോട് ചോദിക്കാൻ വയ്യാഞ്ഞിട്ടാണോ ചെന്ന് എടുത്തത്? 3 മണ്ണ് മഹാബലിയോട് യാചിച്ചല്ലോ, എന്താ ഈ സ്ത്രീകളോട് ചോദിക്കാതെ ഇങ്ങനെ കൗതുകം ജനിപ്പിക്കുന്ന രീതി വഴി ഇങ്ങനെ മോഷണം തുടങ്ങിയതിനെ പറ്റിയാണ് ഭട്ടതിരിപ്പാടിൻ്റെ സങ്കല്പങ്ങളൊക്കെയാണ് ഇതെല്ലാം ഭഗവാനോട് ചോദിക്കുക, വർണ്ണിക്കുന്നത് ഭഗവാനെ. അതാണ്. ഇനി 10ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 10. തവധികൃതമോഷേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധോ ന്യഥാസ്ത്വം സ മമ ശമയ രോഗാൻ ബാധഗേഹാധിനാഥ. തവധികൃതമോഷേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സ മമ ശമയ രോഗാൻ ബാധഗേഹാധിനാഥ. ഒന്നും കൂടെ ചൊല്ലാം. തവധികൃതമോഷേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സ മമ ശമയ രോഗാൻ ബാധഗേഹാധിനാഥ. ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, നാരായണ ഗുരുവായൂരപ്പ, നിന്തിരുവടി അമ്പാടിയിലെ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് പാലും തൈരും വെണ്ണയും ഒക്കെ കവർന്നെടുക്കുന്നതിൽ ആ സ്ത്രീകൾക്ക് അങ്ങയോട് ദേഷ്യവും ദുഃഖവും ഒന്നും ഉണ്ടായില്ല. എന്താ? തിരുവടി, അതായത് ഭഗവാൻ തിരുവടി അവരുടെ ഹൃദയം കൂടി അപഹരിച്ച് സന്തോഷ സാഗരത്തിൽ മുക്കിക്കളഞ്ഞു. അപ്പോൾ ഈ കുട്ടികളവിടെ ചെല്ലാഞ്ഞാലാണ് അവർക്ക് സങ്കടം. അതുകൊണ്ട് ആ പാലും വെണ്ണയൊക്കെ എത്രമാത്രം കവർന്നെടുത്ത് കഴിച്ചാലും അവിടുത്തെ സ്ത്രീകൾക്ക് ഭഗവാനോട് ഒരു ദേഷ്യവും ദുഃഖവും ഉണ്ടായില്ല. എന്തെന്നാൽ നിന്തിരുവടി അവരുടെ ഹൃദയം കൂടി അപഹരിച്ച് സന്തോഷ സാഗരത്തിൽ മുക്കിക്കളഞ്ഞു. അങ്ങയുടെ ആ ലീലയിൽ പങ്കു ചേർന്ന് ആ ഗോപാംഗനമാർ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. അവർക്ക് അത്രമാത്രം പരമാനന്ദം. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാഴ്ച കാണാനൊക്കെ പോകും. പക്ഷേ ഭഗവാൻ ആ ഉണ്ണിക്കണ്ണനും രാമനും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് നേരം പോകുന്ന അറിയത്തില്ല. അത്രമാത്രം സന്തോഷത്തിൽ അവർ ആറാടുക, സന്തോഷ സാഗരത്തിൽ. അതായത് സമുദ്രം പോലെ സന്തോഷം അത്രമാത്രം ഉണ്ട് ഈ സ്ത്രീകൾക്ക്. അതുകൊണ്ടവിടെ ഈ ഭഗവാൻ കണ്ണനോട് അവർക്ക് ഒരു ദേഷ്യമോ ദുഃഖമോ ഒന്നും തോന്നിയില്ല. കാരണം അവർക്ക് ഇരുട്ടോളം സന്തോഷം കൊണ്ട് ആറാടാമല്ലോ, ഭഗവാനോട് ചെന്നാൽ മതി എന്നാണ് അവരുടെ ധാരണ. അവരുടെ മനസ്സ് പോലും ഉണ്ണിക്ക് അധീനമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ മനസ്സ് ഈ ഭഗവാന്റെ കയ്യിലായിപ്പോയി. അത്രമാത്രം സ്നേഹമായിരുന്നു അവരുടെ മനസ്സ്. അപ്പം അങ്ങയുടെ ആ ലീലയിൽ പങ്കു ചേർന്ന് ആ ഗോപാംഗനമാർ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. അവരുടെ മനസ്സ് പോലും ഉണ്ണിക്ക് അധീനമായി കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ നാരായണ, അവിടുന്ന് എൻ്റെ രോഗശമനം വരുത്തണമെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇത്രയെല്ലാം മറ്റുള്ളവർക്ക് ആനന്ദവും എല്ലാം നൽകുന്ന ഭഗവാനെ, മനസ്സിനെ കവരുന്ന ഭഗവാനെ, ഗോപസ്ത്രീകൾക്കെല്ലാം ഇത്രയും ആനന്ദം കൊടുത്തപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അങ്ങനെയുള്ള നാരായണ എൻ്റെ രോഗശമനം വരുത്തണമേ, എനിക്ക് രോഗം ശമിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.